നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. അർജന്റീന വരുന്നത് ഗ്രൂപ്പ് ജയിലാണ്. അർജന്റീന, ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ ടീമുകളാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ അർജന്റീനക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, ഗ്രൂപ്പ് സ്റ്റേജിൽ കാര്യങ്ങൾ എളുപ്പമാണ് എന്നാണ്. പിന്നെ ഇത്തവണ മികച്ച ടീമുകൾ സെമി ഫൈനലിന് മുമ്പ് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വ്യത്യസ്ത പാത്തുകളിലായിട്ടാണല്ലോ ഈ ഫിക്സറൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അർജന്റീനയും സ്പെയിനും തമ്മിൽ സെമി ഫൈനലിന് മുമ്പ് ഏറ്റുമുട്ടാത്ത തരത്തിലാണ് ഫിക്സർ ഉള്ളത്. പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യന്മാരല്ലെങ്കിൽ പിന്നെ അതിലൊക്കെ മാറ്റം വരും. ഏതായാലും നിലവിൽ കുറേ സേഫായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അർജന്റീന ഉള്ളത്. എന്നാൽ ആ ഒരു നറുക്കെടുപ്പിന് ശേഷം സ്കലോനിയുടെ പ്രതികരണം എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈസി ആയിട്ടുള്ള ഒരു ഓപ്പണൻറ്റും വേൾഡ് കപ്പിൽ ഇല്ലെന്നാണ്. അപ്പോൾ ഫിക്സർ നിർണയ നറുക്കെടുപ്പിന് ശേഷം അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി എന്ത് പ്രതികരിച്ചു നമ്മളൊന്ന് പരിശോധിക്കണം. അദ്ദേഹം പറയുന്നു, ദർ ആർ നോ ഈസി ഓപ്പണൻസ്. വേൾഡ് കപ്പിൽ അങ്ങനെ എളുപ്പമുള്ള എതിരാളികൾ എന്നൊന്നില്ല. എല്ലാ മത്സരങ്ങളും നമ്മൾ മികച്ച രൂപത്തിൽ കളിച്ചേ പറ്റൂ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനും പറ്റൂ. തീർച്ചയായിട്ടും ആ ബോളൊക്കെ ഇങ്ങനെ തുറത്ത് ആരാണ് എതിരാളി എന്ന് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നെർവസ് ആയിപ്പോയി. കാരണം എന്താണെന്നറിയോ, ഒരു ഈസി ഓപ്പണൻസും ഇല്ല വേൾഡ് കപ്പിൽ. നമ്മൾ കടുത്ത പോരാട്ടങ്ങൾക്ക് തയ്യാറാവണം. അപ്പം നമുക്കൊന്നും ആരും വെറുതെ തരില്ല എന്നത് മനസ്സിലാക്കുക. അൾജീരിയ സ്ട്രോങ് ടീമാണ്. അവർക്ക് നല്ല യൂത്ത് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഫ്രാൻസിനും മറ്റുമൊക്കെ കളിക്കുന്ന പല താരങ്ങളും അൾജീരിയയുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വരുന്നവരാണ്. ഓസ്ട്രിയ ആവട്ടെ നല്ല ക്വാളിഫയിങ് ക്യാമ്പയിൻ കഴിഞ്ഞാണ് വരുന്നത്. ഒരു ടഫ് ഓപ്പണൻ്റ് ആണ് ഓസ്ട്രിയ. പിന്നെ ജോർദാൻ ആയിരിക്കും ഈ ടീമുകളിൽ കുറച്ച് അൺനോൺ ആയിട്ടുള്ളത്. പക്ഷേ അവർ വേൾഡ് കപ്പിന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ എത്തിയതാവില്ല എന്നുകൂടി മനസ്സിലാക്കുക. സോ ഐ റിപ്പീറ്റ്, യു ഹാവ് ടു പ്ലേ ദി മാച്ചസ്, വി ഹാവ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ട്രൈ ടു അഡ്വാൻസ്. അത് മാത്രമാണ് ഇവിടെ നടക്കുക എന്നാണ് കോച്ച് പറയുന്നത്. അതായത് ഗ്രൂപ്പ് എളുപ്പമാണ്, എതിരാളികൾ മോശമാണ്, അങ്ങനെ കാണാനില്ല. ഈ വേൾഡ് കപ്പിൽ എല്ലാ ടീമുകളും കരുത്തരാണ്. ഈസി ഓപ്പണൻസ് എന്നൊന്നില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതാണിപ്പോൾ സ്കലോനി ഈ ഒരു ഗ്രൂപ്പിനെ വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.